ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് മലാവിയിലെ മനോഹരമായ സോംബ ടൗണിൽ നിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമുക്ക് സ്റ്റേ ചെയ്യേണ്ട സൺബേഡ് കുച്ചേവേ റിസോർട്ടിലേക്കാണ്. അവിടെ നിന്നും സോംബ കിങ്സ് വ്യൂ, ക്യൂൻസ് വ്യൂ, അതുപോലെ വാട്ടർഫോളിലേക്കുമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സോംബ ടൗണിൽ നിന്ന് 2 മണിക്കൂർ യാത്രയാണ് നമുക്ക് റിസോർട്ടിലേക്കുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലാവിയുടെ ആദ്യ തലസ്ഥാനമായാണ് സോംബ അറിയപ്പെട്ടിരുന്നത്. ഇവിടെ ഇന്നും പഴയ കൊളോണിയൽ കെട്ടിടങ്ങൾ പ്രാചീന ചരിത്രത്തിൻ്റെ ശബ്ദം പോലെ നിലനിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സൺബേഡ് കുച്ചാവേ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. ഏകദേശം 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു റിസോർട്ട് മലാവിയിലെ ഏറ്റവും മനോഹരമായ റിസോർട്ടുകളിൽ ഒന്നാണ്. റിസോർട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. മലയുടെ പച്ചപ്പും മഞ്ഞുമൂടിയ താഴ്വരയും പടർന്നു കിടക്കുന്ന ആകാശവും ഒക്കെ ആയിട്ടൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ. ഇത് ക്യാമറയിൽ അങ്ങനെ പകർത്താൻ കഴിയില്ല. ഒരിക്കലെങ്കിലും നിങ്ങൾ സ്വയം അനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. പിന്നെ അവിടെ എല്ലാം നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ക്യൂൻസ് വ്യൂ പോയിന്റിലേക്കാണ്. റിസോർട്ടിൽ നിന്നും കുറച്ച് ദൂരം യാത്ര ചെയ്താൽ എത്തുന്നതാണ് ക്യൂൻസ് വ്യൂ പോയിന്റ്. ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന എലിസബത്ത് മലാവി സന്ദർശനത്തോടനുബന്ധിച്ച് ഇവിടെ വന്നിരുന്നു എന്നതാണ് ചരിത്രം. അങ്ങനെയാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണമായത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് സോംബ നഗരം മുഴുവനായിട്ട് തന്നെ കാണാനാകും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് കുറച്ച് സ്റ്റോൺസും അതുപോലെ ഫ്ലവേഴ്സും ഒക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഈ ഫ്ലവേഴ്സ് 20 വർഷം വരെ വാടാതെ ഇരിക്കുമെന്നാണ് ഇവിടെ വിട്ടുകൊണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞത്. ഞങ്ങളും അങ്ങനെ അതിനകത്തുനിന്ന് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ക്യൂൻസ് വ്യൂവിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇനി നമ്മൾ പോകുന്നതാണ് കിങ്സ് വ്യൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കിങ്സ് വ്യൂവിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു രഹസ്യ ഗുഹ കേട്ടോ. ഇവിടെയാണ് ചിങ്വേസ് ഹോൾ അഥവാ ബ്രിട്ടീഷ് കേവ് എന്നൊക്കെ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഗുണ കേവ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. അതായത് പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് മാരക രോഗങ്ങളുള്ളവരെയും മാനസിക രോഗികളെയൊക്കെ ബ്രിട്ടീഷുകാർ ഈ ഒരു കുഴിയിലേക്ക് തള്ളിയിട്ട് കൊന്നു എന്നൊക്കെയാണ് ചരിത്രം. ഇവിടം സ്വർഗമാണെന്ന് പറയാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നമ്മൾ കാണുന്നത്. 1965 എത്യോപ്യൻ ചക്രവർത്തിയായ ഹൈലി സെലാസി സന്ദർശിച്ച സ്ഥലമാണെന്നും ഇവിടം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് 2ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എന്നിട്ട് ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഈ ഒരു പാർക്കിലേക്ക് വന്നു കേട്ടോ. ഇവിടെ കുട്ടികൾക്കായിട്ടൊരു കുട്ടി പാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലായി കാണുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഏരിയ ഷോപ്പിലേക്കാണ് കേട്ടോ. ഇവിടെ ആയിട്ട് ഒത്തിരി ജ്വല്ലറി ഐറ്റംസും അതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസും ഇതെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത് ഈ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് വാട്ടർഫോൾ കാണാനായിട്ട് പോയത്. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം നമുക്ക് നടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാട്ടർഫോളിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് തൊട്ട് മുകളിൽ തന്നെ കേൾക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ നിൽക്കുമ്പോൾ തന്നെ കാലൊക്കെ ഫ്രീസ് ആവുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ സോംബ ട്രിപ്പ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.